കോതമംഗലം നഗരസഭയിൽ ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് ജോയ്സ്റ്റിക് വീൽചെയറുകൾ വിതരണം ചെയ്തു. അർഹരായ 14 പേർ വീൽചെയറുകൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു. എറണാകുളം ജില്ലാ ഭരണകൂടവും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് കോതമംഗലം നഗരസഭയുടെ നേതൃത്വത്തിൽ അലിംകോയുമായി സഹകരിച്ച് ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് ജോയ്സ്റ്റിക് വീൽചെയറുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ വൈശ്യമാൻ പറഞ്ഞ പോലെ തന്നെ എറണാകുളം ജില്ലാ ഭരണകൂടവും നഗരസഭയും മറ്റേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഒരു സഹായത്തിനകത്തുണ്ട്. ഇതെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തത്. നല്ലൊരു ക്യാമ്പ് നമ്മൾ കലാ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഭിന്നശേഷിക്കാരുടെ നടത്തി. ധാരാളം ആളുകൾ അതിനകത്ത് പങ്കെടുത്ത് നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. ഏറ്റവും നല്ല നഗരസഭയ്ക്കുള്ള ജില്ലാ കളക്ടറുടെ സർട്ടിഫിക്കറ്റും നമ്മുടെ കോതമംഗലം നഗരസഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ പോയി. നമുക്കറിയാം, സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അതായത് ഒന്നും നടക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സ്വന്തമായി ചെയ്യുന്നതിനോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കാണ് എങ്ങനെ ഈ ഭിന്നശേഷിക്കാർക്കെന്നുള്ള രീതിയിലുള്ള ഈ സഹായം. ആ വേർഡ് ഞാൻ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ അവർക്കുള്ള സഹായമായതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിച്ചത്. അവർക്കുള്ള ഈ സഹായമാണ് ഈ മുച്ചക്രം. ദിവസങ്ങൾക്ക് മുമ്പ് വീൽചെയർ ദിവസങ്ങൾക്ക് മുമ്പ് ഇത് കിട്ടിയതാണ്. പക്ഷേ ഈ ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളെല്ലാവരെയും പെട്ടെന്ന് ഒന്നിച്ച് വിളിക്കാൻ സാധിക്കാതെ വന്നതും അത് വിതരണം ചെയ്യാൻ സാധിക്കാതെ വന്നതും. ഇന്നിപ്പോൾ ആ തീരുമാനങ്ങൾ, അത് പെരുമാറ്റച്ചട്ടം മാറി അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിങ്ങളെ വീണ്ടും വിളിച്ചു കൂട്ടുകയും നിങ്ങളെ കാണുകയും നിങ്ങൾക്കിത് വിതരണം ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് ജോർജ് ആമുഖ പ്രഭാഷണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ജിജോ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആബിദ NH, പൊതുമരാമത്ത് ചെയർപേഴ്സൺ ജോർജ് അമ്പാട്ട്, പ്രതിപക്ഷ നേതാവ് CPS ബാലൻ, കൗൺസിലർമാരായ വിനീഷ് സെബാസ്റ്റ്യൻ, രാജി ജോബി, ലിസി പോൾ, ഷിബി ബാബു, സിനി തോമസ്, മാജോ മാത്യു, സീത വിജയൻ, ജാൻസി മാത്യു, ആദർശ് കുര്യാക്കോസ്, കുമാരി അശോകൻ, NI അഗസ്റ്റിൻ, അരുൺ P ബോബൻ, ഗീത ജയകുമാർ, ഷിബു കുര്യാക്കോസ്, PM നവാസ്, മിനി എൽദോസ് കീച്ചേരി, KP ജലീൽ, വയോമിത്രം കോർഡിനേറ്റർ സുധാ വിജയൻ, മെഡിക്കൽ ഓഫീസർ അമൃത രമേശ്, സ്റ്റാഫ് നഴ്സ് ബിസ്മി ആന്റണി, JPHN ലിൻസി തോമസ് എന്നിവർ പങ്കെടുത്തു. എറണാകുളം ജില്ലാ ഭരണകൂടവും സാമൂഹിക നീതി വകുപ്പും നഗരസഭയും കൂടി സംയുക്തമായിട്ട് നഗരസഭ അതിർത്തിക്കുള്ളിലും നഗരസഭ അതിർത്തിക്ക് പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ശാരീരിക വൈകല്യം മൂലം വലിയ ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു ഇലക്ട്രിക്കൽ വീൽ ചെയറുകൾ ഇന്ന് ഇവിടെ നഗരസഭയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ എക്കാലവും നഗരസഭാ കൗൺസിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഉപകരണങ്ങളും മറ്റ് മരുന്നുകളുമെല്ലാം തികച്ചും സൗജന്യമായിട്ട് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വരുന്ന ആഴ്ച വീണ്ടും ഇതുപോലെ ഇലക്ട്രിക്കൽ സ്കൂട്ടറുകൾ വിതരണം ചെയ്യുന്നുണ്ട് അർഹതപ്പെട്ട ആളുകൾക്കെല്ലാം. അപ്പോൾ ഒരാൾക്ക് പോലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിച്ച് വീടിൻ്റെ 4 ചുവരുകൾക്ക് തളയ്ക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ വീൽ ചെയറുകൾ തീർച്ചയായിട്ടും അവർക്ക് വീടിന് പുറത്ത് കിടക്കുവാനും അതോടൊപ്പം തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അടുത്ത കടകളിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി സാധിക്കും. കോതമംഗലം ബ്ലോക്ക് തലത്തിൽ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും വേണ്ടിയുള്ള സഹായ ഉപകരണങ്ങൾക്കായുള്ള നിർണയ ക്യാമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. ക്യാമ്പിൽ അപേക്ഷ സമർപ്പിച്ചവരിൽ അർഹരായ 118 വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും മാർച്ചിൽ സഹായ ഉപകരണങ്ങൾ നൽകിയിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള അർഹതപ്പെട്ട 14 പേർക്കാണ് ഇപ്പോൾ ഇലക്ട്രോണിക് വീൽചെയറുകൾ കൈമാറിയത്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.